ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇവിടുത്തെ കുറച്ച് ചേഞ്ചിങ് ആയി ഇന്ന് വർക്ക് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഒരു ഏരിയ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ കംപ്ലീറ്റ് പൊളിച്ചിട്ട് വാതിലിനെ ഇങ്ങോട്ടാക്കി, ഇവിടെ ഈ സൈഡിലേക്ക് ആക്കി വാതിൽ കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി, ഇലക്ട്രിക്കൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തും കുറച്ച് മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി വാതിൽ ആ ഭാഗത്തുണ്ടായിരുന്നു, അതിനെടുത്തിട്ട് വാതിൽ ഈ ഭാഗത്തുണ്ടായിരുന്നു, അതിന് ഇവിടുത്തെ കുറച്ച് പൊളിച്ചിട്ട് ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. സ്വിച്ച് ബോർഡ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സ്വിച്ച് ബോർഡ് കാണാൻ ഈ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഈ വാളിലുണ്ടായിരുന്നത്, ഇവിടെ വാളിലുണ്ടായിരുന്നത് അതിനെടുത്തിട്ട് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വാതിലിനെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതിനെടുത്തിട്ട് ഇവിടെ സ്റ്റോർ റൂം ആയിരുന്നു, അതിനെടുത്തിട്ട് ഫ്രീ സ്പേസ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കെട്ടി കൊടുത്ത കുറച്ച് ഇലക്ട്രിക്കലിൻ്റെ പോയിൻ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു ഡി ബി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചൺ വർക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഡി ബി വരുന്നുണ്ട്. ആ ഡി ബി എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്തിനാക്കാന്നുള്ളത് കേട്ടോ. ഇവിടെ നമ്മൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കിച്ചൻ്റെ ഉള്ളിൽ ഡിഷ് വാഷ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഓവണും വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഈ ഭാഗത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 1.5 പൈപ്പ് ചുമര് കട്ട് ചെയ്തിട്ടാണ് സ്ലോപ്പ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഡിഷ് വാഷിൻ്റെ പോയിൻ്റാണ് കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് 2-3 പ്ലഗുകൾ നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് സ്വിച്ചുകൾ വരിക കേട്ടോ. പിന്നെ ഇവിടെ നിന്നിട്ട് അപ്പോൾ ഈ സോക്കറ്റ് ഈ ബോക്സ് അവിടെ നിന്ന് നമ്മൾ ഒഴിവാക്കുന്നതാണ് കേട്ടോ.